ഹലോ, ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് ആണ്. നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? എന്ത് ഡ്രസ്സ്? സോനുവിൻ്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം അവനെയും കൂട്ടിയിട്ടാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. ക്രിസ്മസിന് എല്ലായിടത്തെയും പോലെ തന്നെ സോനുവിൻ്റെ സ്കൂളിലും ക്രിസ്മസ് ഡ്രസ് കോഡ് ഉണ്ട്. തീർച്ചയായിട്ടും റെഡ് ആൻഡ് വൈറ്റ് കോംബോയിലുള്ളൊരു ഡ്രസ്സാണ്. ടൗണിലുള്ള കടകളെല്ലാം തന്നെ സാന്റാക്ലോസും പുൽക്കൂടും എല്ലാം വെച്ച് ക്രിസ്മസിന് വരവേൽക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ആർക്കെങ്കിലും ക്രിസ്മസ് വന്നിട്ടില്ലേ എന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ. ക്രിസ്മസിൻ്റെ എല്ലാ ഫീലും കിട്ടും. ആദ്യം ഒരു റെഡ് ഷർട്ടും വൈറ്റ് പാൻറ്റും എടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ തുണിക്കട മുഴുവൻ അരിച്ചു പെറുക്കി കുറേ തിരഞ്ഞ് റെഡ് ഷർട്ട് കിട്ടി. പക്ഷേ വൈറ്റ് പാൻറ്റ് അവിടെ കിട്ടിയില്ല. ഞങ്ങളിങ്ങനെ തുണി സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ സോനു അവൻ്റേതായിട്ടുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കളിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ വൈറ്റ് പാൻറ്റ് വൈറ്റ് ട്രൗസർ എടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ ഡ്രസ് കോഡ് ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം ഞാൻ എടുക്കുന്നതാണ്. കുട്ടികൾ വല്ല വികൃതിയും കാണിച്ചിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കളർ ചേഞ്ച് വന്നു കഴിഞ്ഞത് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കടകളിലും ഇപ്പം നല്ല ക്രിസ്മസ് വൈബാണ്. നമുക്ക് എവിടെ പോയാലും ഇതുപോലെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും സാന്റാക്ലോസ് എല്ലാം കാണാൻ കഴിയും. ഓരോ കടകളും വളരെ ഭംഗിയായിട്ടാണ് ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം വിൽക്കാനായിട്ട് വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീസാണ്. പ്രത്യേകിച്ച് ഫാൻസി കടകളിലൊക്കെ നല്ല തിരക്കാണ്. അതുപോലെ തന്നെ എല്ലാ ടെക്സ്റ്റൈൽസുകളിലും നല്ല തിരക്കുണ്ട്. എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു മൂഡിലാണ്. ഏറ്റവും കൂടുതലായിട്ട് ഈ സമയത്ത് പോകുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോംബോയിലുള്ള ഡ്രസ്സുകളാണ്. അതുപോലെ തന്നെ ഫാൻസി കടകളിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പുൽക്കൂടുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. സ്റ്റാർസ്, അതുപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസ്. ഇതൊക്കെ കാണുമ്പോൾ കണ്ണെടുക്കാൻ തോന്നില്ല, വാങ്ങണമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ പ്രൈസ് കേൾക്കുമ്പോൾ നമ്മൾ ഒരടി പിന്നോട്ട് വയ്ക്കുന്നു മാത്രം. എന്തായാലും ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. കുട്ടികൾ കുറേ പേര് ഫ്രണ്ട്സിന് ക്രിസ്മസ് ഗിഫ്റ്റ്സ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അവരെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ ആക്സസറീസ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം വാങ്ങുന്നുണ്ട്. ഓരോ വർഷവും ക്രിസ്മസിൻ്റെ വിപണി കീഴടക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് എന്നല്ല ഏത് ആഘോഷത്തിലും പുതിയ പുതിയ ഐറ്റംസ് ഇറങ്ങാറുണ്ട്. ഓരോ വർഷവും ക്രിസ്മസ് ട്രീസിലും സ്റ്റാർസിലും വേറെ ഡെക്കറേറ്റീവ് ഐറ്റംസിലെല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ് സത്യം. ഇത് വേറൊരു കടയിലെ പുൽക്കൂടാണ്. നല്ല ഭംഗിയുണ്ട്. എൻ്റെ ക്യാമറയേക്കാൾ സൂം കപ്പാസിറ്റി കൂടുതലുള്ള ക്യാമറയാണ് എൻ്റെ മുമ്പിലുള്ളത്. കുഞ്ഞാവിയല്ലേ ഉണ്ണിയേശു? ഉണ്ണിയേശു ഇല്ലേ ഇതിൽ? ഉണ്ണിയേശു ഇല്ലേ? ശരിയാണല്ലോടാ, ഉണ്ണിയേശുവിനെ കാണാനില്ലല്ലേ? ശരിയാണ്, ആ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു ഇല്ല. അവൻ അവിടെയുള്ള കടക്കാരോടെല്ലാം പോയി പറയുന്നുണ്ടായിരുന്നു ഉണ്ണിയേശു വരണേ ഉള്ളൂ എന്നാണ് അവരുടെ റിപ്ലൈ. അങ്ങനെ മാർക്കറ്റ് കീഴടക്കാൻ എത്തിയ ഒരു ഡ്രസ്സാണ് ഈ ഗേൾസിൻ്റെ നൈറ്റ് ഡ്രസ്സ്. പിന്നെ ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് ദിവസത്തേക്കുള്ള ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങണം. എല്ലാവരുടെയും ക്രിസ്മസുമായാണ്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഇതാണ് സോനുവിൻ്റെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ്. സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ പരാക്രമങ്ങളാണ് ഇതൊക്കെ.